അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള ഏറ്റവും നല്ല കാര്യങ്ങളിൽ ഒന്ന് എന്ന് നാളെ അടയാളപ്പെടുത്താൻ പോകുന്നൊരു സംഭവമുണ്ട്. ഡാനിയൽ എന്ന് പറയുന്ന 13 അല്ലെങ്കിൽ 14 വയസ്സുകാരനായ കുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സ്വപ്നത്തെ ട്രംപ് നടത്തിക്കൊടുത്തു. 13 വയസ്സുകാരനായിട്ടുള്ള ഡാനിയൽ ആരാണെന്ന് ഒരുപക്ഷെ നമ്മളിൽ പലർക്കും അറിയണമെന്നില്ല. അമേരിക്കക്കാരനായിട്ടുള്ള ഈ കുഞ്ഞുകുട്ടിയുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ കഥയുണ്ട്. 2018 ബ്രെയിൻ ക്യാൻസർ വന്നിട്ട് മരണത്തെ മുഖാമുഖം കണ്ട ഈ കുഞ്ഞ് അതിനെ അതിജീവിച്ച് അവൻ സ്വന്തം ജീവിതത്തിലേക്ക് മടങ്ങി വരികയാണ്. അവന് ഒറ്റ സ്വപ്നമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ ആഗ്രഹിച്ചത് അമേരിക്കയുടെ സീക്രട്ട് സർവീസിൽ ജോലി ചെയ്യണമെന്നായിരുന്നു. 6 വർഷം മുമ്പ് ഈ കുഞ്ഞിന് 6 മാസത്തെ സമയമാണ് ഡോക്ടർമാർ കൊടുത്തത്. എന്ന് വെച്ചാൽ ഇനി 6 മാസം കൂടി അവൻ ജീവിക്കുമോ എന്ന് പറഞ്ഞു. ഡോക്ടേഴ്സ് അത് പറഞ്ഞിട്ട് 6 വർഷം കഴിഞ്ഞു. അവൻ ഇപ്പോഴും അതിജീവിച്ച് ജീവിക്കുകയാണ്. അപ്പോൾ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞത് ഈ കുഞ്ഞിനൊരാഗ്രഹമേ ഉള്ളൂ. അവൻ സീക്രട്ട് സർവീസിൽ, അമേരിക്കയുടെ സീക്രട്ട് സർവീസിൽ ജോലി ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ ഈ രാത്രിയിൽ ഒരു വലിയ തീരുമാനം ഞാൻ എടുത്തിരിക്കുകയാണ്. ഒരു ബഹുമതി നൽകാനുള്ള തീരുമാനം. ഞാൻ അമേരിക്കയുടെ സീക്രട്ട് സർവീസ് ഡയറക്ടറോട് ആവശ്യപ്പെടുകയാണ്, ഈ കുഞ്ഞിനെ ഒഫീഷ്യലായിട്ട് തന്നെ താങ്കൾ അമേരിക്കയുടെ ഏജന്റാക്കി മാറ്റണമെന്ന്. അങ്ങനെ ഓണററി ലോ എൻഫോഴ്സ്മെന്റ് ഓഫീസറായിട്ട് അമേരിക്കയുടെ പോലീസ് ഏജൻസിയിൽ ഈ 13 വയസ്സുള്ള കുട്ടി നിയമിതനാവുകയാണ്. ട്രംപ് എടുത്തിട്ടുള്ള ഏറ്റവും നല്ലൊരു തീരുമാനം. അവൻ്റെ സന്തോഷം കാണണമായിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് US 2 ദിവസം മുമ്പ് വൈറലായിട്ടുള്ള ഒരു സംഭവമായിരുന്നു ഇത്. ഈ കുട്ടിയെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പലരും കളിയാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ ഒരു കനത്ത തിരിച്ചടിയാണ് ട്രംപിൻ്റെ ഈ തീരുമാനം. ചില നല്ല കാര്യങ്ങളുമൊക്കെ ട്രംപ് ആശാൻ ചെയ്യുന്നുണ്ട്, പക്ഷേ ഒന്നും അങ്ങോട്ട് ഒരു സ്ഥിരതയില്ലെന്നേ, അതാ പ്രശ്നം. എന്തായാലും മൂപ്പര് ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളിൽ ഒന്നായിട്ടാണ് ഈ ഒരു തീരുമാനത്തെ പൊതുവെ വിലയിരുത്തുന്നത്.